ഇനി നമ്മളുടെ ആഗ്രഹത്തിലേക്ക് നമുക്കൊന്ന് പോകാം. ജ്യോതിയെയും സന്ദീപിനെ ഒരു ഫ്രെയിമിൽ കാണണമെന്ന് പ്രേക്ഷകർക്ക് ഒരു ആഗ്രഹമുണ്ട്. നമ്മൾ ആ ആഗ്രഹവും സാധിച്ചു കൊടുക്കുന്നു. കാരണം പ്രേക്ഷകർക്കറിയാം. അതിനൊപ്പം ജ്യോതി, ഇതിനി ഉണ്ടാക്കാൻ പോകുന്ന പാലക്കാട്ടിലെ വോട്ട് ഷിഫ്റ്റ് എങ്ങനെയായിരിക്കും? അല്ല, പാലക്കാടിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇവിടെ നല്ല വിജയം ഉണ്ടാകുന്നതായിട്ട് ഒരു തർക്കവും വേണ്ട. താങ്കൾക്ക് തന്നെ ബോധ്യപ്പെട്ടുകയാണ് ഇതിനോടകം തന്നെ നല്ല വിജയം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം. അപ്പോൾ അതിനിടയ്ക്ക് തന്നെ ഇപ്പോൾ ഇത്തരത്തിലൊരു മാറ്റം ഉണ്ടാകുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഇത് ഏറെ ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കവുമില്ല. മാത്രമല്ല, ഇവിടെ ഒരു രാഷ്ട്രീയമായ ഒരു അടി അഥവാ ഒരു ആഘാതം, ആ ആഘാതത്തിന് BJP മുക്തമാകാൻ കുറച്ച് സമയമെടുക്കും. BJP മാത്രമല്ല, CPM ഒരു പരിധിവരെ CPM-ഉം. കാരണം CPM അതിനെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും CPM-ന് അത് കഴിയാതെ പോയി. ഇപ്പോൾ ഞങ്ങളുടെ പാളയത്തേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു മൂവ്മെൻറ്റാണ്, അഥവാ കേരള രാഷ്ട്രീയ മണ്ഡലം പ്രതീക്ഷിക്കാതിരുന്ന ഒരു മൂവ്മെൻറ്റാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് എന്താ പറയുന്നത്, നിങ്ങൾ ഇത്ര എന്താ പറയുന്നത് ആഘോഷത്തോടു കൂടി അല്ലെങ്കിൽ ഇത്ര സീരിയസ് ആയി ഈ ചർച്ച നടത്തിക്കൊണ്ട് പോകുന്നതിൻ്റെ തന്നെ കാരണം നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു മൂവ്മെൻറ്റാണല്ലോ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതെ. അപ്പോൾ അത് തന്നെ, ഇതാണ് സർജിക്കൽ സ്ട്രൈക്ക്. കേരള രാഷ്ട്രീയത്തിലെ ഇമ്പാക്റ്റ് ഉണ്ട്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ എൻ്റെ ഓഫീസ് തകർക്കരുത്, 2 ദിവസം കൂടെ വേണം. നമ്മുടെ ഒപ്പം സന്ദീപ് അവിടെയുണ്ട്. സന്ദീപിനോടൊപ്പം ഒരു ഫ്രെയിം വേണം എന്നൊരു ആവശ്യമുണ്ട്. ആ ഫ്രെയിമിലേക്ക് നമ്മൾ വരികയാണ്. ഒരുപാട് സെൽഫികൾ എടുക്കുന്ന സമയമാണ്. സന്ദീപ് കോൺഗ്രസ് ക്യാമ്പിൽ. സന്ദീപിനോടൊപ്പം പ്രേക്ഷകരുടെ ഒരു ആവശ്യം, സന്ദീപിനെയും ജ്യോതികുമാർ ചാമക്കാലയും ഒരു ഫ്രെയിമിൽ കാണണം എന്ന ആഗ്രഹം പ്രേക്ഷകർ പറഞ്ഞിട്ടുണ്ട്. അതായത് ടെലിവിഷൻ ഡിബേറ്റുകളിൽ പരസ്പരം പോരടിച്ച 2 പേർ ഒരുമിച്ചൊരു ഫ്രെയിമിൽ, നമ്മുടെ റിപ്പോർട്ടറിന്റെ ഫ്രെയിം പ്രേക്ഷകർക്ക് ഒരു പക്ഷേ കാണാൻ പറ്റും. 2 പേരും കൈ കൊടുക്കുന്ന ഒരു രംഗം കൂടി നമുക്ക് വേണമെങ്കിൽ കാണാം. അതായത് ടെലിവിഷൻ ഡിബേറ്റുകളിൽ ഏറ്റവും കൂടുതൽ ശക്തിയുക്തം പോരാടിയവരാണ് ഈ ഒരു മൊമെന്റിൽ. അദ്ദേഹം ശക്തനായ എതിരാളിയെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതാണ് ആ കാഴ്ച, ആവശ്യപ്പെട്ട കാഴ്ചയാണ്. സന്ദീപിനെ കുറിച്ച് പറഞ്ഞതാണ്, അതായത് നന്നായി പഠിച്ചു വരുന്ന എതിർ ക്യാമ്പിലുള്ള ഒരു ശക്തനായ എതിരാളി ജ്യോതിക്ക് നഷ്ടപ്പെട്ടു വരുന്നത്. തീർച്ചയായിട്ടും. അരുണിന്റെ ദിവസം അരുൺ എന്നോട് ചോദ്യം ചോദിച്ചിരുന്നു, ഓർമ്മയുണ്ടോ? അതിന് ഞാൻ തന്ന മറുപടി ഓർമ്മയുണ്ടോ? അരുൺ പറഞ്ഞത് ഏറ്റവും മനോഹരമായ മറുപടി എന്നൊരു കോംപ്ലിമെന്റ് തന്നിരുന്നു. ഞാനത് ഓർത്താൽ മതി. അപ്പോൾ അങ്ങനല്ല, ആവശ്യമല്ല. ഞാൻ അന്ന് വന്നിരുന്നില്ല, ഇവരുടെ ചർച്ചയിൽ ഞാൻ വന്നിരുന്നില്ല. അപ്പോൾ ഓണവും മഹാബലിയും മിത്തുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞ മറുപടി എങ്ങനെയായിരുന്നു? ഞാൻ ഏതെങ്കിലും മാർട്ടിൻ മറുപടിയാണോ പറഞ്ഞത്? അരുൺ എന്നോട് പറഞ്ഞത് ഏറ്റവും മനോഹരമായ മറുപടിയെന്ന്. അതെ. നമ്മുടെ ഇതിഹാസങ്ങളിൽ, നമ്മുടെ പാരമ്പര്യങ്ങളിൽ അത്തരം ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സ്പേസ് ഉണ്ട്. അതുകൊണ്ട് ചോദ്യങ്ങൾ ആർക്കും ചോദിക്കാൻ സാധിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ആ നിലപാടാണോ നിങ്ങൾ മറ്റുള്ളവർ ചോദിച്ചാൽ കിട്ടുക? നിങ്ങൾ സുരേന്ദ്രനോട് പോയി ചോദിക്കും. BJP ക്യാമ്പിൽ ഇപ്പോഴും ആ ഡെമോക്രാറ്റിക് മതേതര നിലപാട് അന്നും ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ടാണ് പാർട്ടിക്ക് വേണ്ടി സംസാരിച്ചത്. ഞാൻ എല്ലാ കാലത്തും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പൂർണ്ണമായും മതനിരപേക്ഷമായ ജീവിതം നയിച്ചയാളാണ്. ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പരിശോധിച്ചോ. ശ്രീ ജ്യോതികുമാർ ചാമക്കാല കോൺഗ്രസിൻ്റെ വളരെ ശക്തനായിട്ടുള്ള വക്താവാണ്. അദ്ദേഹം വളരെ കൃത്യമായി വാദമുഖങ്ങൾ പറഞ്ഞ് അദ്ദേഹം പലപ്പോഴും വളരെ സീരിയസ് ഡിബേറ്റുകളിൽ അക്കാഡമിക്കായി സംസാരിക്കുന്ന ആളാണ്. പ്രത്യേകിച്ചും യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട എഡ്യൂക്കേഷൻ ഫീൽഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെ ആഴത്തിൽ ഗ്രാഹ്യമുള്ള ആളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ആഗ്രഹം സാധിച്ചെടുത്തു. താങ്ക് യു ജ്യോതി. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ഒരു ആഗ്രഹം കൂടി നമ്മൾ സാധിച്ചിട്ടുണ്ട്. ജ്യോതിയും സന്ദീപും ഒരുമിച്ച് സംസാരിക്കുന്നതും കൂടി പ്രേക്ഷകർ കണ്ടു. ടെലിവിഷൻ ഡിബേറ്റുകളിലെ പോരാളികൾ, രാഷ്ട്രീയ എതിർ ക്യാമ്പിൽ നിൽക്കുന്നവർ ഒരു സുപ്രഭാതത്തിൽ ഒരു ക്യാമ്പിലേക്ക് വരുമ്പോൾ സംഭവിക്കുന്ന മാറ്റത്തിന്റെ കൗതുകം അതിലുണ്ട്.